Chicos, welcome back to my channel Stories of Chicos. അപ്പോൾ എനിക്ക് വീഡിയോ എന്ന് വെച്ചാൽ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നു. ഇവിടെ അധികം നമ്മുടെ പറമ്പിൽ അധികം പച്ചക്കറി കാണണമെന്നില്ല. ഇല്ല. അപ്പോൾ വിചാരിച്ചു മുളക് തക്കാളി ഇങ്ങനെ നടന്ന് കുറേ നാളെ വിചാരിക്കുന്നു. അപ്പോൾ തക്കാളി ഒന്നും അധികം പറ്റി തോന്നിയില്ല. അപ്പോൾ മുളക് ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് തുടക്കം മുളക് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ 10 തക്കാളി എങ്ങനെയാണ് തുടങ്ങാന്ന് വെച്ചു കൃഷി. അപ്പൊ നമ്മളിത് ഫസ്റ്റ് മുളകാണ് തുടങ്ങുന്നത്. നമ്മുടെ ഇതില് അത് പച്ചമുളകല്ല, നമ്മൾ കാണിച്ചതാണ്. അതെ, ഇങ്ങനത്തെ മുളകില് ഇങ്ങനത്തെ മുളക് കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ കുരുകാലൊക്കെ കുഴിച്ചിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആ ഫ്രിഡ്ജിൽ എടുത്തിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഇതില്ല കുഴിച്ചിട്ടാലും അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഇപ്പൊ നമ്മൾ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കയ്യോടെ എടുത്തിട്ട് വന്നിട്ടുള്ളൂ ഇത്. അപ്പൊ അവിടെ ഒരു പഴയൊരു പാത്രം ഒരു കൊട്ട പോലെ ഇരിക്കുന്നത്. മുമ്പ് ഞങ്ങള് മണ്ണൊക്കെ വെച്ചതാണ് വേറൊരു പ്ലാന്റ് ആയിട്ട്. അപ്പൊ മാറ്റി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോ മുളക് ഇങ്ങനത്തെ ഈ മുളകിന്റെ പേരൊക്കെ അറിയാൻ കമന്റ് ചെയ്യുക. അപ്പൊ ഈ മുളക് നമ്മള് കുഴിച്ചിട്ട് വളർത്താൻ പോകണം. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിലൊക്കെ നിങ്ങൾക്ക് വളർന്ന കാണിച്ചു തരാം. ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോവാം. അപ്പൊ ഇതാണ് ഐറ്റം. കണ്ട 6 ഉണ്ട് ഇതിന്റെ. ഇത് 2 വേറെ ടൈപ്പാണ് തോന്നുന്നത്. ഇത് 2 വേറെ ടൈപ്പാണ്. ഇതൊരു ടൈപ്പ്, ഇത് 2ാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നമ്മൾ കുഴിച്ചിടാൻ പോവാണ്. കുഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കുഴിച്ചിടാൻ പോകണം. നമ്മൾ അടുക്കളയുടെ ഇവിടെ ബാസ്ക്കറ്റ് മേളിലാണ് എടുത്തേക്കുന്നത്. നല്ല വെയിൽ ഗൈസ്, മേളിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴിച്ചിടാൻ പോകണം. നമ്മൾ അടുക്കളത്തെ ബാക്കിലത്തെ ചിമ്മിനിയുടെ കഴിഞ്ഞിട്ടുള്ളത് ഒരു പുറത്ത് വർക്ക് ഏരിയ പോലെ ഉണ്ട്. ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ പാമ്പാന്ന് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ട് ഈ കൊട്ട പോലത്തെ ഇതിൽ മുമ്പ് നമ്മൾ വേറെ എന്തോ പ്ലാന്റേഷൻ, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു പ്ലാന്റേഷൻ ചെയ്യാൻ പ്ലാൻ ഇട്ടു. പിന്നെ അത് നിർത്തി വെച്ചു. പിന്നെ അത് ഉണങ്ങിയിട്ട് വേറെ ഉണങ്ങിയ പോലെ ഇരിക്കണണ്ട. വേറെ നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. പച്ചമുളകല്ല, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ പേരെനിക്കറിയില്ല. അതിപ്പോൾ ആ സംഭവം മുളക് നമ്മൾ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ആദ്യം ഇതിലത്തെ മണ്ണൊക്കെ കുറേ നാളായില്ലേ. അപ്പോൾ ഇതിലത്തെ മണ്ണൊക്കെ കുത്തി കളയാണ്. എന്നിട്ട് പുതിയ അവിടെ നിന്ന് തന്നെ ഇത് പറമ്പുണ്ട്. അവിടെ നിന്ന് തന്നെ മണ്ണെടുത്തിട്ട് ചെയ്യാനുള്ള പ്ലാന്. ഇത് കുറേ 1 വർഷമൊക്കെ ആയി ചെയ്തിട്ട്. ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഇതൊന്നുകൂടി ചെയ്യണം. അപ്പോൾ നമ്മളിത് കുഴിക്കുകയാണ്. ഓരോരോ ഭാഗമായിട്ട് കുഴിച്ചെടുക്കുകയാണ്. മറ്റേ കൊട്ടയിൽ മുമ്പ് ഞാൻ പറഞ്ഞില്ല, വേറെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. അപ്പം അത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ വടി വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ഭാഗമായിട്ടാണ് പ്ലാന്റാണ് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്പിൽ പച്ചമുളക്. അപ്പോൾ ഈ നല്ല ഡാർക്ക് പച്ചമുളകിൻ്റെ ഈ ഭാഗത്താണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3-4 പച്ചമുളക്, ഈ കളറുള്ള പച്ചമുളക്, ഈ സെയിം ഡാർക്ക് പച്ച കളറുള്ള 3-4 ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പൊളിച്ചിട്ട് കുരു ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുരു കിട്ടി. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അല്ല, ഡാർക്ക് പച്ച തന്നെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മറ്റേ ലൈറ്റ് 2 ഉള്ളവനും അത് കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഡാർക്കിനാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ഇട്ടു. ഇനി ഞങ്ങൾ മൂടാനുള്ള പ്ലാനാണ്. ആ ഭാഗം മൂടാണ് ഞങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ഭാഗം ഈ സെയിം നേരത്തെ പോലെ തന്നെ വടിയോട് വെച്ചിട്ട് കുത്തിയെടുക്കുകയാണ്. ഈ ലൈറ്റ് കളർ പച്ചമുളകിലത്തെയാണ് ഞങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അതിലത്തെ കുരു എടുക്കുകയാണ്. അതിൽ നേരത്തെ അനുസരിച്ചില്ല, കുറവുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പച്ചമുളകിൻ്റെ ആ കളറും ഉള്ളിൽ എക്സ്ട്രാ ഇട്ടു. അത്യാവശ്യം ഇതായിട്ട് 2 ഇട്ടു. അപ്പോൾ ഞങ്ങൾ അത് നേരത്തെ പോയി മൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം കുറച്ചിട്ട് കപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം വെള്ളം അതിൻ്റെ മേലിൽ അധികം ഇട്ട് ചീഞ്ഞ് പോവും. കുറച്ചിട്ടുള്ളൂ മേലിൽ. അത്യാവശ്യം മേലിൽ ടോപ്പ് ഭാഗം ഇത് വെട്ടാൻ വേണ്ടിയിട്ട് വെള്ളം താഴ്ത്തിക്ക് ഡ്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് ദിവസമൊക്കെ തന്നെ നാളോട്ട് കുറച്ച് തളിച്ചു വിട്ടാൽ മതി. അപ്പോൾ
നമ്മൾ തളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്, അധികം കൂടാൻ പാടില്ല, കൂടുതൽ ചീഞ്ഞ് പോകും. അപ്പോൾ കണ്ട വെറ്റായിട്ടുണ്ട് നമ്മുടെ മണ്ണൊക്കെ, വെള്ളമൊക്കെ താഴത്ത് പോയിട്ടുണ്ടാവും മണ്ണിൻ്റെ താഴത്ത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ. അപ്പോൾ പച്ചമുളക് ചെടി ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കാറ്റും മഴയും തണവും വെയിലൊക്കെ കിട്ടും, ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.